ജാവയിലെ സ്വിച്ച് കേസ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ജാവയിൽ സ്വിച്ച് കേസ് കൺസ്ട്രക്ട് ഉപയോഗിക്കുന്നത്. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110, ജെഡികെ 1.6, എക്ലിപ്സ് 3.7.0. ഇതിനായി ജാവയിലെ if else സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ ഈ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. ഒരു വേരിയബിളിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തേണ്ട പ്രവർത്തികൾക്ക് സ്വിച്ച് കേസ് ഉപയോഗിക്കുന്നു. സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റിന്റെ ഘടന ഇതാണ്. നമുക്കിത് ഉപയോഗിക്കാം. എക്ലിപ്സ് തുറന്നു വെച്ചിട്ടുണ്ട്. സ്വിച്ച് കേസ് ഡെമോ എന്ന ക്ലാസ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില വേരിയബിളുകൾ ചേർക്കുന്നു. മെയിൻ മെത്തോഡിനുള്ളിൽ ഇന്റ് ടൈപ്പിലുള്ള ഡേ എന്ന വേരിയബിൾ സൃഷ്ടിക്കുന്നു. മെയിൻ മെത്തോഡിനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് ഡേ equal to 3 സെമിക്കോളൻ. ടൈപ്പ് സ്ട്രിംഗിൽ dname എന്ന ഒരു വേരിയബിൾ സൃഷ്ടിക്കുന്നു. സ്ട്രിംഗ് dnameനെ nullൽ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ആഴ്ചയിലെ ദിവസങ്ങളുടെ പേര് dname വേരിയബിൾ ഉൾക്കൊള്ളുന്നു. ഡേ എത്രാമത്തെ ദിവസം എന്ന കാര്യം സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യാം. അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക സ്വിച്ച് ബ്രാക്കറ്റിനുള്ളിൽ ഡേ എന്നിട്ട് തുറക്കുന്ന കർലി ബ്രാക്കറ്റ് എന്റർ. ഈ സ്റ്റേറ്റ്മെന്റ് ഏത് വേരിയബിളാണ് കേസസിന്റെ പരിഗണനയിൽ ഉള്ളത് എന്ന് പറയുന്നു. അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക കേസ് 0 കോളൻ. അടുത്ത വരിയിൽ dname equal to ഡബിൾ quotesൽ സൺഡേ സെമിക്കോളൻ. എന്നിട്ട് അടുത്ത വരിയിൽ ബ്രേക്ക്. ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഡേ 0 ആണെങ്കിൽ dnameന് സൺഡേ കൊടുക്കുന്നു. ഓരോ കേസിന്റെ അവസാനവും ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ സ്വിച്ച് കേസ് വളരെ സങ്കീർണ്ണമായി പ്രവർത്തിക്കുന്നു. ഇത് ട്യൂട്ടോറിയലിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ വിശദമാക്കുന്നു. ഇതുപോലെ ശേഷിക്കുന്ന കേസുകളും ടൈപ്പ് ചെയ്യുന്നു. അടുത്ത വരിയിൽ കേസ് 1 കോളൻ ടൈപ്പ് ചെയ്യുക. അടുത്തതായി dname equal to ഡബിൾ quotesനുള്ളിൽ മൺഡേ സെമിക്കോളൻ. അടുത്ത വരിയിൽ ബ്രേക്ക് എന്നിട്ട് കേസ് 2 കോളൻ. അടുത്തതായി dname equal to ട്യൂസ്ഡേ എന്നിട്ട് സെമിക്കോളൻ. അടുത്ത വരിയിൽ ബ്രേക്ക് എന്നിട്ട് കേസ് 3 കോളൻ. അടുത്തതായി dname equal to ഡബിൾ quotesൽ വെനസ്ഡേ എന്നിട്ട് സെമിക്കോളൻ. അടുത്ത വരിയിൽ ബ്രേക്ക് എന്നിട്ട് കേസ് 4 കോളൻ. അടുത്ത വരിയിൽ dname equal to ഡബിൾ quotesൽ തേഴ്സ്ഡേ എന്നിട്ട് സെമിക്കോളൻ. എന്നിട്ട് ബ്രേക്ക് എന്നിട്ട് അടുത്ത വരിയിൽ കേസ് 5 കോളൻ dname equal to ഡബിൾ quotesൽ ഫ്രൈഡേ എന്നിട്ട് സെമിക്കോളൻ. എന്നിട്ട് ബ്രേക്ക് കേസ് 6 കോളൻ. അടുത്ത വരിയിൽ dname equal to ഡബിൾ quotesൽ സാറ്റർഡേ എന്നിട്ട് സെമിക്കോളൻ. എന്നിട്ട് ബ്രേക്ക് സെമിക്കോളൻ. ബ്രാക്കറ്റുകൾ അടയ്ക്കുക. കോഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസിലാക്കാൻ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ dname എന്നിട്ട് സെമിക്കോളൻ. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. Ctrl F11 കീകൾ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് കേസ് 3യുമായി ബന്ധപ്പെട്ട് വെനസ്ഡേ എന്ന് കിട്ടുന്നു. ഡേയുടെ മൂല്യത്തിൽ മാറ്റം വരുത്തി ഫലം പരിശോധിക്കാം. അതിനാൽ 3നെ 0 ആക്കുക. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഔട്ട്പുട്ട് കേസ് 0യുമായി ബന്ധപ്പെട്ട് സൺഡേ എന്ന് കിട്ടുന്നു. വേരിയബിളിന്റെ മൂല്യവുമായി ബന്ധപ്പെട്ട ഒരു കേസും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഡേ equal to -1 എന്ന് മാറ്റുക. സേവ് ചെയ്ത് ഫയൽ റൺ ചെയ്യുക. ഇവിടെ ഔട്ട്പുട്ടും കിട്ടുന്നില്ല എന്ന് കാണാം.
എന്നാൽ മറ്റ് എല്ലാ മൂല്യങ്ങൾക്കുമായി ഒരു കേസ് ഉണ്ടാകുന്നത് നന്നായിരിക്കും. അതിനായി ഡിഫോൾട്ട് കീവേർഡ് ഉപയോഗിക്കുന്നു. അവസാനത്തെ കേസിന് ശേഷം ടൈപ്പ് ചെയ്യുക ഡിഫോൾട്ട് കോളൻ. അടുത്ത വരിയിൽ ഡ്നേം equal to ഡബിൾ quotesൽ വ്രോങ് ചോയ്സ് എന്നിട്ട് സെമിക്കോളൻ. അടുത്ത വരിയിൽ ബ്രേക്ക് സെമിക്കോളൻ. കേസ് ഡിഫോൾട്ട് എന്ന് പറയാറില്ല. കീവേർഡ് ഡിഫോൾട്ട് മാത്രം ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. കോഡ് റൺ ചെയ്യട്ടെ. സേവ് ചെയ്ത് ഫയൽ റൺ ചെയ്യുക. ഡിഫോൾട്ട് കേസ് എക്സിക്യൂട്ട് ചെയ്ത് വ്രോങ് ചോയ്സ് എന്ന സന്ദേശം പ്രിന്റ് ചെയ്യുന്നത് കാണാം. മറ്റൊരു റാൻഡം സംഖ്യ കൊടുക്കാം. -1നെ 15 ആക്കുക. വീണ്ടും ഡിഫോൾട്ട് കേസ് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടത് കാണാം. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നീക്കം ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഡേ equal to 15നെ ഡേ equal to 4 ആക്കുക. ഡേ equal to 4മായി ബന്ധപ്പെട്ട ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നീക്കം ചെയ്യുക. സേവ് ചെയ്ത് റൺ ചെയ്യുക. കേസ് 4 ആയിരുന്നിട്ടും നമുക്ക് Thursdayക്ക് പകരം Friday എന്ന ഔട്ട്പുട്ട് കിട്ടുന്നു. സ്വിച്ച് കേസിന്റെ പ്രവർത്തന രീതി മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത്. ആദ്യം ഡേയുടെ മൂല്യം 0നോട് താരതമ്യം ചെയ്യുക. എന്നിട്ട് 1നോട്, പിന്നെ 2നോട്, അങ്ങനെ എല്ലാ സാധ്യമായ കേസുകളും. ഒരു തുല്യത കണ്ടെത്തിയാൽ തുടർന്നുള്ള എല്ലാ കേസുകളും എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഇത് കേസ് 4ന് ശേഷം കേസ് 5 എക്സിക്യൂട്ട് ചെയ്യുന്നു. കേസ് 5ൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉള്ളതിനാൽ കേസ് എക്സിക്യൂഷൻ തുടരുന്നില്ല. ഇത്തരം തെറ്റുകൾ ഒഴിവാക്കാൻ ഓരോ കേസിലും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ചേർക്കുക. നേരത്തെ നീക്കം ചെയ്ത ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ചേർക്കുന്നു. ബ്രേക്ക് സെമിക്കോളൻ ടൈപ്പ് ചെയ്യുക. കോഡ് റൺ ചെയ്യട്ടെ. ഇപ്പോൾ കേസ് 4 മാത്രം എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു എന്ന് കാണാം. ചട്ടപ്രകാരം തെറ്റുകൾ ഒഴിവാക്കാൻ എല്ലാ കേസിലും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് സ്വിച്ച് കേസ് കൺസ്ട്രക്ട് ഉപയോഗിക്കുന്നതിനെ പറ്റിയും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതിനെ പറ്റിയും. ഒരു അസൈൻമെന്റ് നെയിം, ജെൻഡർ എന്ന വേരിയബിളുകൾ ഉള്ള ഒരു പ്രോഗ്രാം എഴുതുക. അതിൽ പുരുഷന്മാർക്ക് വേണ്ടി ഹെല്ലോ മിസ്റ്റർ എന്നും സ്ത്രീകൾക്ക് വേണ്ടി ഹെല്ലോ മിസ് എന്നും പ്രിന്റ് ചെയ്യാൻ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബെ. നന്ദി.